നാട്ടിലെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതോടെ വേറെ വരുമാന മാർഗമില്ലെന്നും ജീവിതം വഴിമുട്ടിയെന്നും ഇന്ത്യൻ സർക്കാർ സഹായിക്കണമെന്നും അനധികൃത കുടിയേറ്റത്തിന് പിടിയിലായി അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയ പഞ്ചാബ് സ്വദേശിയായ യുവാവ്. അമേരിക്കയിൽ നിന്നുള്ള 119 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള രണ്ടാം ഘട്ട വിമാനം ഇന്നലെ അമൃത്സറിൽ എത്തിയിരുന്നു. ഈ സംഘത്തിൽ ഉൾപ്പെട്ട പഞ്ചാബ് സ്വദേശിയായ സൗരവാണ് ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നത്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സൗരവ് അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ചത്. നാട്ടിലെ ഭൂമി വിറ്റും ലോൺ എടുത്തുമാണ് സൗരവിനെ കുടുംബം അമേരിക്കയിലേക്ക് അയച്ചിരുന്നത്. എങ്ങനെയും അമേരിക്കയിലെത്തുക, കിട്ടുന്ന എന്ത് ജോലിയും ചെയ്ത് പണം സമ്പാദിക്കുക, എങ്ങനെയും ജീവിതത്തിൽ വിജയിക്കുക എന്നതായിരുന്നു സ്വപ്നം. എന്നാൽ അനധികൃത കുടിയേറ്റത്തിന് പിടിക്കപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചയച്ചതോടെ ഇന്ത്യൻ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് യുവാവ്. ജനുവരി 27-ന് ഞാൻ അമേരിക്കയിൽ പ്രവേശിച്ചു. ഫിറോസ്പൂർ നിവാസിയായ സൗരവ് വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. മെക്സിക്കോ വഴിയാണ് താൻ US-ലേക്ക് കടന്നതെന്ന് സൗരവ് പറയുന്നു. അതിർത്തി ഒരു പർവ്വത പ്രദേശത്തായിരുന്നുവെന്നും സംഘം US-ലേക്ക് കടക്കാൻ 2-3 ദിവസമെടുത്തെന്ന് സൗരവ് പറയുന്നു. ബോർഡർ കടന്നതും 2 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ അധികൃതർ ഇവരെ പിടികൂടിയെന്ന് യുവാവ് പറഞ്ഞു. US-ൽ പ്രവേശിച്ച് 2-3 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ പോലീസ് പിടികൂടി. അവർ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവർ ഞങ്ങളുടെ ഫോട്ടോകളും മറ്റും എടുത്തു. ഞങ്ങൾ 15-18 ദിവസം ക്യാമ്പിൽ കഴിഞ്ഞു. 2 ദിവസം മുമ്പ് ഞങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ വിമാനത്തിൽ കയറിയപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്, സൗരവ് പറയുന്നു. അമേരിക്കയിലെത്താൻ 45 ലക്ഷം രൂപ സ്വരൂപിക്കാനായി മാതാപിതാക്കൾ ഭൂമി വിറ്റും ബന്ധുക്കളിൽ നിന്ന് പണം കടം വാങ്ങിയെന്നും സൗരവ് പറഞ്ഞു. ഞാൻ ഏകദേശം 45 ലക്ഷം രൂപ ചെലവഴിച്ചു. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭൂമി വിറ്റ് ബന്ധുക്കളിൽ നിന്ന് പണം കടം വാങ്ങി. എനിക്ക് സർക്കാരിൽ നിന്ന് സഹായം വേണം. കാരണം എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ സ്ഥലം വിറ്റ് വായ്പ എടുത്തു. പക്ഷേ അതെല്ലാം വെറുതെയായി, സൗരവ് പറഞ്ഞു. സൗരവിന് ഇന്ത്യയിൽ നിന്ന് US-ലെത്താൻ ഏകദേശം 1.5 മാസം എടുത്തു. ക്യാമ്പിലെത്തിയ ഉടൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു, വിരലടയാളം രേഖപ്പെടുത്തി. 18 ദിവസത്തോളമാണ് ആ ക്യാമ്പിൽ കഴിച്ചുകൂട്ടിയത്. അവിടെ ആരും ഞങ്ങളെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ പറയുന്ന ഒന്നിനും അവർ ചെവി തരുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പ് ഉദ്യോഗസ്ഥരെത്തി ഞങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. വിമാനത്തിൽ കയറിയ ശേഷമാണ് വേറെ ക്യാമ്പിലേക്കല്ല, ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് എന്ന കാര്യം ഞങ്ങളോട് പറയുന്നത്. വിമാനത്തിനുള്ളിൽ ഞങ്ങളുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു. ഒടുവിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തപ്പെട്ടു, സൗരവ് പറയുന്നു. US സർക്കാരിനോട് ഞങ്ങൾ എന്തു പറയാനാണ്? നിയമപരമായി എന്താണോ ചെയ്യേണ്ടത് അതേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അവരുടെ വസ്തുവകൾ വിറ്റും കടം വാങ്ങിയും സ്വരൂപിച്ച രൂപയാണ്. ഞങ്ങൾക്കിപ്പോൾ വേറെ വരുമാന മാർഗമില്ല. ഇന്ത്യൻ സർക്കാർ ഞങ്ങളെ സഹായിക്കണം. വേറെ ആരോടും ഞങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാനില്ല, സൗരവ് നിസ്സഹായനായി പറയുന്നു. എങ്ങനെയെങ്കിലും US അതിർത്തി കടന്നുകിട്ടിയാൽ പിന്നെ രക്ഷപ്പെടാം എന്ന സ്വപ്നവുമായാണ് മിക്ക യുവാക്കളും അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത്. സൗരവ് കഴിഞ്ഞ വർഷം ഡിസംബർ 17-നാണ് ഇന്ത്യ വിട്ടത്. ആദ്യം മലേഷ്യയിലേക്ക് പോയി, അവിടെ ഒരാഴ്ച കഴിഞ്ഞു. പിന്നീട് അടുത്ത വിമാനത്തിൽ മുംബൈയിലേക്ക് എത്തി, അവിടെ 10 ദിവസത്തോളം. മുംബൈയിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കും പിന്നീട് പനാമയിലേക്കും പിന്നീട് മെക്സിക്കോ സിറ്റിയിലേക്കും പോയി. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് അതിർത്തി കടക്കാൻ 3-4 ദിവസമെടുത്തുമെന്ന് സൗരവ് പറയുന്നു. അതേസമയം സൗരവിനെ അനധികൃതമായി US-ലേക്ക് കടക്കാൻ സഹായിച്ച ഏജന്റിന്റെ പേര് വെളിപ്പെടുത്താൻ സൗരവിന്റെ കുടുംബം വിസമ്മതിച്ചിട്ടുണ്ട്.